ജാമിയ ഹാഷിമിയ ആലപ്പുഴ അവിടുത്തെ ചെയർമാനായ ബഹുമാനപ്പെട്ട ബാദുഷാ സഖാഫി ഉസ്താദ് അവറുകളുടെ സാരസമ്പൂർണമായ പ്രഭാഷണമാണ് ഇപ്പോൾ നാം കേൾക്കാൻ പോകുന്നത്. ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളെ ആദരപുരസരം ക്ഷണിച്ചുകൊള്ളുന്നു. بسم الله عظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم ولا حول ولا قوة إلا بالله العلي العظيم ولا حول ولا قوة إلا بك يا متكلم يا الله رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي واهد قلبي بحق سيدنا محمد صلى الله عليه وسلم. الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني واجعل ناصيتي تحت قدميك يا حبيب الله. بسم الله الرحمن الرحيم. قل لا أسألكم عليه أجرا إلا المودة في القربى صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. وقال سيدنا محمد صلى الله عليه وسلم الدنيا ملعونة وملعون ما فيها إلا ذكر الله وما والاه وعالما أو متعلما أو كما قال محمد رسول الله. كلام قديم لا يمل سماعه تنزه عن قول وفعل ونية به أشتفي من كل داء ونوره دليل لقلبي عند جهلي وحيرتي فيا رب متعني بسر حروفه ونور به قلبي والسمع ومقلتي وهب لي به فتحا وعلما وحكمة وآنس به يا ربي
في القبر وحشتي أرحم الراحمين يا الله جل جلاله ഈ മറവിട്ട് കിടക്കുന്ന മഹാത്മാക്കളായ അഹ്ലു ബൈത്തിന്റെ നമ്മോടൊപ്പം വന്നുകൂടിയ മഹത്തുക്കളായ അഹ്ലു ബൈത്തുകളുടെ എല്ലാവരുടെയും സാമീപ്യം കൊണ്ട് നമ്മുടെ എല്ലാ ദോഷങ്ങളും അല്ലാഹു പുറത്ത് കൃപ ചെയ്യുമാറാകട്ടെ. രോഗങ്ങളെല്ലാം അല്ലാഹു ശിഫയാക്കി തരുമാറാകട്ടെ. ഈ മജ്ലിസിൽ പങ്കെടുക്കുന്ന ഉമ്മമാർ, സയ്യിദത്തുമാർ, അവർക്കെല്ലാവർക്കും അല്ലാഹു ഖൈറും ബറക്കത്തും ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. കഴിഞ്ഞ ഉറൂസിലും അൽഹംദുലില്ലാ എനിക്ക് ഇവിടെ സംബന്ധിക്കാൻ കഴിഞ്ഞു. ബഹുമാനപ്പെട്ട സയ്യിദ് ഇമ്പിച്ചുക്കോയ തങ്ങളുടെയും ബഹുമാനപ്പെട്ട ജ്യേഷ്ഠൻ സയ്യിദ് അവറുകളുടെയും മക്കൾ, അതുകൂടാതെ ഈ സ്ഥാപനത്തിൽ പഠിച്ച മക്കൾ പലരും അൽഹംദുലില്ലാ നമ്മുടെ ആലപ്പുഴയിൽ ഹാഷിമിയയിൽ ചേർന്ന് പഠിച്ച് ഹാഷിമികളായി ഇറങ്ങി പല ആളുകളും ഇവിടെ തന്നെ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു. മുദരിസുമാരായി, ഹാഫിദുകളായി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. മഹാനായ ഖുതുബത്തുസ് സാദാത്ത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അജയ്യനായ വൈസ് പ്രസിഡന്റ്, മഹത്തായ ജാമിഅ സഅദിയയുടെ ജനറൽ സെക്രട്ടറി, ഈ മഹത്തായ സ്ഥാനമാനങ്ങളെല്ലാം പ്രസിഡന്റ് ഈ മഹത്തായ സ്ഥാനമാനങ്ങളെല്ലാം നിർവഹിച്ച് ഇവിടെ വന്ന് നമ്മോട് സംസാരിച്ച ബഹുമാനപ്പെട്ട കുമ്പോൾ സയ്യിദ് ആറ്റക്കോയ തങ്ങൾ തവ്വലല്ലാഹു അംറഹു, അല്ലാഹു അവിടത്തേക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ. ഈ ഉമ്മത്തിനെ നയിക്കാനുള്ള ശേഷിയും ക്ഷേമശിയും അല്ലാഹു നൽകുമാറാകട്ടെ. അവരുടെ അംഗീകാരങ്ങളും ഇസ്സത്തുകളും അല്ലാഹു തആല വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. ഈ മഹത്തുക്കളായ സാദാത്തുക്കളെ മുഴുവനും ഇസ്സത്ത് അല്ലാഹു വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. ഈ മഖാമിലെ സയ്യിദ് ജമലുല്ലയിലെ മഹത്തുക്കൾ, അവരുടെ മഖാമിന്റെ മസിയത്ത് അല്ലാഹു വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ, എനിക്ക് പരിചയമുള്ള പലരും ഈ സദസ്സിലുണ്ട്. സയ്യിദ് അവറുകളുടെ ദുആയോടെ, പ്രഭാഷണത്തോടെ കാര്യങ്ങൾ സമാപിക്കുമെന്നുള്ളത് കൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. കുമ്പോലതങ്ങൾ ഉപ്പാപ്പ പറഞ്ഞതിന്റെ തഫ്സീർ പറഞ്ഞാൽ തന്നെ ഒരുപാട് പ്രസംഗിക്കാനുണ്ട്. എന്താണ് അഹ്ലി ബൈത്ത് എന്നും എന്താണ് ഖുർആൻ എന്നും ഖുർആൻ മനഃപ്പാഠമാക്കിയ ഹഫളത്തുകൾ അവരുടെ പോരിശ എന്താണെന്നും വളരെ ദീർഘമായി വഅദ് പറയേണ്ട കാര്യമാണ്. ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന വിഷയം എന്താണ്? മനുഷ്യൻ ഖുർആനിനനുസരിച്ച് ജീവിക്കുന്നില്ല. മനുഷ്യൻ ഖുർആനനുസരിച്ച് ജീവിക്കുന്നില്ല. മനുഷ്യർ ഖുർആനിന്റെ വണ്ണമായ വിശദീകരണമായ ഹദീസ് അനുസരിച്ച് ജീവിക്കുന്നില്ല. അതിനെ മഹത്തുക്കളായ ഉലമാ വിശദീകരിച്ചിട്ടുള്ള മദ്ഹബുകൾ അനുസരിച്ച് ജീവിക്കുന്നില്ല. അതാണ് ലോകത്തുള്ള പ്രശ്നമെന്ന് നമ്മൾ മനസ്സിലാക്കണം. നിങ്ങൾ നോക്കൂ, അക്രമിയായ ഒരു മനുഷ്യനെ, അക്രമിയായ താന്തോന്നിയായ ഒരു മനുഷ്യനെ പലരെയും കൊന്നതിന്റെയും ആക്രമിച്ചതിന്റെയും പേരിൽ കുറെ ആളുകൾ കൂടി കൊന്നുകളഞ്ഞു. യഥാർത്ഥത്തിൽ നമ്മുടെ ഈ രാജ്യത്ത് എത്ര വലിയ അക്രമിയാണെങ്കിലും എന്നെ അടിച്ചാലും എന്റെ കൈകാലുകൾ മുറിച്ചാലും അയാളെ അതുപോലെ ചെയ്യാനുള്ള അവകാശം നമുക്കില്ല. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ.
ആ നിയമം അനുസരിച്ച് അയാളെ ഗവൺമെന്റ് കോടതികൾ പറയുന്ന ശിക്ഷ അയാൾക്ക് കൊടുക്കുകയാണ് വേണ്ടത്. നിയമം നമ്മൾ കയ്യിലെടുക്കാൻ പാടില്ല, നിയമം ജനങ്ങൾ കയ്യിലെടുക്കാൻ പാടില്ല. ആ അക്രമിയെ കൊല്ലണം അല്ലെങ്കിൽ കൊന്നു എന്ന കൂട്ടത്തിൽ ഹിന്ദുക്കളുമുണ്ട്, മുസ്ലിം നാമധാരികളുമുണ്ട്. അവരെ ആക്രമിച്ചു എന്നതായിരിക്കാം, അവരെ കൊള്ളയടിച്ചു എന്നതായിരിക്കാം അയാളുടെ കുറ്റം. പക്ഷേ അയാളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് ശിക്ഷിക്കുക എന്നല്ലാതെ നാം നിയമം കയ്യിലെടുക്കാൻ പാടില്ല. നമ്മൾ നിയമം കയ്യിലെടുത്തു, അല്ലെങ്കിൽ ചില ആളുകൾ നിയമം കയ്യിലെടുത്തപ്പോൾ എന്തെല്ലാം കോലാഹലം ഇവിടെ ഉണ്ടായി, എന്തെല്ലാം തുടർ അക്രമങ്ങൾ ഉണ്ടായി. ബഹുമാനപ്പെട്ട ഖുത്ബുസ്സമാൻ സയ്യിദ് ഷരീഫുൽ മദനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസിന്റെ പഞ്ചവാർഷിക ഉറൂസ് നടക്കുന്ന സമയമാണിപ്പോൾ. കർണാടകയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ജനങ്ങൾ അങ്ങോട്ട് ഒഴുകുന്ന സമയമാണ്. ഇന്നലെയും തലേ ദിവസവും ഇന്നും എല്ലാം അവിടെ 144 പാസ്സാക്കിയത് കൊണ്ട് ഉറൂസിന്റെ വഅദുകൾ വരെ ക്യാൻസലാക്കിയിരിക്കുകയാണ്. ഞാൻ ഇന്നലെ അവിടെ പ്രസംഗിക്കേണ്ട ആളാണ്. അപ്പോൾ എന്തെല്ലാം വിഷമങ്ങൾ ഉണ്ടായി. നമ്മൾ നിയമം കയ്യിലെടുക്കാൻ പാടില്ല. നിയമം കയ്യിലെടുക്കേണ്ടത് നിയമപാലകരും ജുഡീഷ്യറിയും രാജ്യത്തിന്റെ ഭരണാധികാരികളുമാണ്. അവരിൽ നിന്ന് നീതി ലഭിക്കുകയും ലഭിക്കാതിരിക്കുകയും ചെയ്യാം. വിശേഷിച്ചും മുസ്ലിമീങ്ങൾക്ക് ഇന്ന് നീതി എവിടെ കിട്ടുന്നില്ല. അല്ലാഹുവിന്റെ പുണ്യഗേഹങ്ങളിൽ ഒന്നായ മസ്ജിദുൽ അഖ്സ എത്ര കാലങ്ങളായി പാവപ്പെട്ട മുസ്ലിമീങ്ങൾ അവിടെ കൊല ചെയ്യപ്പെടുന്നു, പിഞ്ചു മക്കൾ വധിക്കപ്പെടുന്നു. നമുക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്? ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. നാളുകളിൽ അതൊക്കെ നമുക്കും വന്നുകൂടുന്നില്ല. അർഹമുർ റഹീമീനായ റബ്ബ് നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇങ്ങനത്തെ ഉറൂസ് സമ്മേളനങ്ങളിൽ പറയാനുള്ളത്, ജീവിക്കുന്നിടത്തോളം കാലം ജീവിക്കുന്നിടത്തോളം കാലം ദീനനുസരിച്ച് ജീവിക്കുക എന്നതാണ്. ഏത് സമയത്തും മുസ്ലിമായ മനുഷ്യന് അല്ലെങ്കിൽ മനുഷ്യർ എന്തും സംഭവിക്കാമെന്നുള്ളതാണ്. എന്ത് സംഭവിച്ചാലും ഫാത്തിറസ് സമാവാതി വൽ അർളി അൻത വലിയ്യി ഫിദ്ദുനിയാ വൽ ആഖിറതി തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. അല്ലാഹുവേ, ആകാശവും ഭൂമിയും പടച്ച് സംരക്ഷിക്കുന്ന അല്ലാഹുവേ, ഈ ഭൂമി വാസയോഗ്യമായില്ലെങ്കിൽ നമുക്കിവിടെ ജീവിക്കാൻ കഴിയില്ല. അല്പം ചൂടുകൂടിയാൽ തന്നെ ജീവിക്കാൻ കഴിയില്ല. അങ്ങനെ എല്ലാം 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 നമ്മുടെ സൗകര്യത്തിന് ഒരുക്കി തന്ന അല്ലാഹുവിനോട് അംബിയാ മുർസലുകൾ പോലും ദുആ ചെയ്യുകയാണ്, തവഫനി മുസ്ലിമാ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. ഞങ്ങൾ നീ മുസ്ലിമായി മരിപ്പിക്കണം, ഞങ്ങൾ നീ മുസ്ലിമായി മരിപ്പിക്കണം, ഞങ്ങളെല്ലാം നീ മുസ്ലിമായി മരിപ്പിക്കണമേ. ഏത് സമയത്തും മൗത്തിനെ പ്രതീക്ഷിച്ചിരിക്കുന്നവനാണ് മനുഷ്യൻ. അവൻ അവന്റെ ഖുർആനിനെ ബഹുമാനിച്ച് അതിന്റെ നിയമങ്ങളനുസരിച്ച് ജീവിച്ച് എപ്പോഴും മരണത്തിന് തയ്യാറായിക്കൊള്ളണം കേട്ടോ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ കുൻ ഫിദ്ദുനിയാ കഅന്നക ഗരീബ് ഔ ആബിറു സബീൽ
وعد نفسك من أصحاب القبور. ഒരു വൈദേശികനെ പോലെ ഒരു യാത്രക്കാരനെ പോലെ അല്ലാതെ ഈ ദുനിയാവിൽ നീ ജീവിക്കേണ്ടതില്ല. വഉദ്ദ നഫ്സക മിൻ അസ്ഹാബിൽ ഖുബൂർ. നിന്റെ ശരീരത്തെ തന്നെ ഖബറാളികളെ കാണുമ്പോൾ ആ കൂട്ടത്തിൽ നീ എണ്ണണേ. നാളെ നീയാണ് അവിടെ കിടക്കേണ്ടത്, അതിന് തയ്യാറാകണേ. ഖാല റസൂലുള്ളാഹി വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും ഓരോ മുഅ്മിനീങ്ങൾക്കും ഇവിടെയുള്ളതിനേക്കാൾ ഖൈർ ആഖിറത്തിലുള്ളതാണ്. അങ്ങനെ ചിന്തിച്ച് ജീവിച്ചാൽ മരണം കൊണ്ട് പലതും നഷ്ടപ്പെട്ടു എന്ന് പറയേണ്ടതില്ല. ഒരു ഗർഭം ചുമന്ന് സിസേറിയനിലോ അല്ലാതെയോ മരിച്ച ഒരു പെണ്ണിന്റെ വാർത്ത വായിക്കുമ്പോൾ നമ്മൾ എന്താണ് പറയുന്നത്? ഓ, അവരെ കൊന്നുകളഞ്ഞു. ആക്സിഡന്റിൽ ഒരു പാവപ്പെട്ടവൻ മരിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് വിചാരിക്കുന്നത്? അവൻ അപകടമുണ്ടായിരുന്നില്ലെങ്കിൽ ഇനിയും ജീവിക്കുമെന്നാണ്. അല്ല, അൽ മഖ്തൂലു മയ്യിത്തുൽ ലി അജ്ലിഹി. എങ്ങനെ മരിച്ചാലും അവധിയെത്തി മരിച്ചു. എങ്ങനെ വധിക്കപ്പെട്ടാലും അവധിയെത്തി മരിച്ചു. ഇതാണ് മുസ്ലിമായ മനുഷ്യന്റെ അഖീദ, അവന്റെ വിശ്വാസം. അതാണെങ്കിൽ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മല്ലി ഇദാ غملت أو قيل قد مضى وأطفوا سراجي واستخفوا بحرمتي وخلفي كريمات عليا بواكيا وفيهن أمي أو شقيقي وعترتي. ഞാൻ പെട്ടെന്ന് മറിഞ്ഞു വീണ് മരിച്ചു പോകുമ്പോൾ എന്റെ നാഴികക്ക് 40 വട്ടം തുറന്ന് അടക്കുന്ന ഈ കണ്ണുകൾ, കൺപോളകൾ പോലും എനിക്ക് സ്വന്തമായി അടക്കാൻ കഴിയാത്ത അവസ്ഥയിൽ എന്റെ കണ്ണുകൾ തിരുമി അടച്ചു തരുന്നത് ആരാണെന്ന് നീ ചിന്തിക്കുന്നുണ്ടോ? മയ്യിത്ത് കട്ടിൽ കഫം ചെയ്ത് വീട്ടിൽ നിന്ന് ദിക്റ് ചൊല്ലി അതാ വഅലാ മില്ലത്തി റസൂലില്ലാഹി എന്ന് പറഞ്ഞ് ഇറക്കിക്കൊണ്ടുവരുമ്പോൾ പുറത്തുനിന്ന്, അകത്തുനിന്ന്, വീടിന്റെ ഉള്ളിൽ നിന്ന് പാവപ്പെട്ട പെൺമക്കളും ഭാര്യയും ഉമ്മയും സഹോദരിമാരും കരയുന്നുണ്ട്. വഫീഹിന്ന ഉമ്മീ ഔ ശഖീഖീ വഇത്റതീ. അവരുടെ കരച്ചിലിന് മറുപടി കൊടുക്കുന്നത് ആരാണെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ? യുനാദൂന ഖൽഫൻ നഅശി മല്ലാ യുജീബുഹും وفيهن أمي أو شقيقي وعترتي. ഉമ്മമാര് വിളിച്ച് കരയുമ്പോൾ, നെഞ്ചത്തിട്ടിടിച്ച് വിഷമങ്ങൾ കാണിക്കുമ്പോൾ അവർക്ക് മറുപടി പറയാൻ വഖദ് കുന്തു ഫിദ്ദുനിയാ സരീഅൽ ഇജാബത്തി. ഒറ്റ ഫോൺ കോൾ കൊണ്ട് അവര് പറയുന്നത് മുഴുവനും ഞാൻ സാധിച്ചു കൊടുത്തിരുന്നു. അങ്ങനത്തെ സമയത്ത് എനിക്ക് സ്വന്തമായി ആരുണ്ടെന്ന് ചിന്തിക്കാൻ പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദര സഹോദരിമാരെ, നമ്മൾ ചിന്തിക്കണം. വഖദ് ഹാജറു ഖബ്രി ഫമാ യഅരിഫൂനഹു വഖദ് കുന്തു ഫിദ്ദുനിയാ കസീറൻ സിയാറതി. മഹല്ലിന്റെ പ്രസിഡന്റ്,
പഞ്ചായത്തിന്റെ മെമ്പർ, കോളേജിന്റെ പ്രിൻസിപ്പാൾ, അതിന്റെ സെക്രട്ടറി, അങ്ങനെ ഒരുപാട് തസ്തികകൾ വഹിച്ചുകൊണ്ടിരുന്ന എനിക്ക് ജീവിച്ചിരിക്കുമ്പോൾ എമ്പാടും വിസിറ്റേഴ്സ് ഉണ്ടായിരുന്നു, സന്ദർശകരുണ്ടായിരുന്നു. ഞാൻ മരിച്ചു കഴിഞ്ഞ് ഖബറിൽ കിടക്കുമ്പോൾ എന്റെ ഖബറൊന്ന് സന്ദർശിക്കാൻ എന്റെ മക്കളില്ല, സഹോദരങ്ങളില്ല. അവരൊക്കെ എന്റെ ഖബർ വെടിഞ്ഞുകൊണ്ടുപോകുന്നു. ആ ദിവസം എനിക്കാരാണെന്ന് ഞാനും നിങ്ങളും ചിന്തിക്കണ്ടേ? ഗൾഫിൽ നിന്ന് ജ്യേഷ്ഠൻ വന്നു. അങ്ങനെ ഉപ്പയുടെ ഖബർ സിയാറത്തിന് അവൻ പോയി. നിൽക്കുന്നത് മറ്റൊരു ഖബറിന്റെ അടുത്താണ്. അനുജൻ പറയുന്നു, ഉപ്പ ജ്യേഷ്ഠനോട് പറയുന്നു, നമ്മുടെ ഉപ്പയുടെ ഖബർ ഇതല്ല, അങ്ങോട്ട് മാറിയിട്ടാണ്. ഉപ്പയുടെ ഖബർ പോലും തിരിച്ചറിയാത്ത മക്കളുള്ള കാലത്ത് നമുക്ക് ആരാണുള്ളതെന്ന് സ്വന്തം നഫ്സിനെ കൊണ്ട് ചിന്തിപ്പിച്ച് മാറ്റം വരുത്തണമെങ്കിൽ മാറ്റം വരുത്തേണ്ടവരാണ് ഞാനും നിങ്ങളുമെന്ന് എൻ്റെ നഫ്സിനോടും നിങ്ങളോടും ഉണർത്തുന്നു. നല്ലൊരു ജീവിതം നയിക്കുക, നല്ലവനായി ജീവിക്കുക. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. ഉറക്ക ഒരു സ്വലാത്ത് പറയൂ. ഖാല റസൂലുള്ളാഹി, ഖാല റസൂലുള്ളാഹി. ഒരു മുസ്ലിം എങ്ങനെ മുസ്ലിമാകും? എങ്ങനെ മുസ്ലിമാകും? ഉസ്താദേ, എൻ്റെ അയൽവാസിയെ കൊണ്ട് സഹിക്കാൻ കഴിയുന്നില്ല, വലിയ ബുദ്ധിമുട്ടാണ്. ഒരാൾ മരിച്ചാൽ ആ വഴിയിലൂടെ ജനാസ കൊണ്ടുപോകാനുള്ള നല്ലൊരു വഴി കൊടുക്കാൻ മനുഷ്യന് മനസ്സില്ല. ഏക്കർ കണക്കിന് സ്ഥലമുണ്ട്, അവന്റെ കൽബ് ചുരുങ്ങി ഞെരിഞ്ഞ് ചെറുതായി, അവന്റെ വഴി കുടുസാക്കി അയൽവാസിയോട് പ്രതികാരം വീട്ടുന്ന മുസ്ലിമല്ലേ? നമ്മുടെ കൂട്ടത്തിൽ മുസ്ലിം എന്ന് പറയുന്നത്, അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, സ്വന്തം കൈകൊണ്ട് മറ്റൊരു മുസ്ലിമിനോ മറ്റൊരു മനുഷ്യനോ പരുക്കേൽപ്പിക്കുന്നവൻ, ആക്രമിക്കുന്നവൻ, അഭിമാനത്തിന് ക്ഷതം വരുത്തുന്നവൻ, അവൻ മുസ്ലിമല്ലെന്ന്, യഥാർത്ഥ മുസ്ലിമാവുകയില്ലെന്ന് ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, നേരത്തെ നിങ്ങൾ കേട്ടല്ലോ, കാബിറൻ അൻ കാബിരിൻ, നമ്മുടെ തലമുറകളായി പഠിച്ചു വന്ന ആദർശവും ബഹുമാനങ്ങളും അദബുകളും ലോകത്ത് നിലനിർത്തണമെന്നും മുസ്ഹഫിന്റെ മുകളിൽ പോയി ഇരിക്കാൻ പാടില്ല. എനിക്ക് നിലത്തിരിക്കാൻ കഴിയുന്നില്ല, ഞാൻ കസേരയുടെ പുറത്തു പോയി ഇരുന്ന് നിസ്കരിക്കുന്ന ആളാണ്. അപ്പോൾ മറ്റൊരാൾ താഴ്ത്ത് മുസ്ഹഫ് വെച്ചുകൊണ്ടിരിക്കുന്നു. വൽ ഖുർആനു ഇമാമീ. ഖബറിൽ ചെല്ലുമ്പോൾ വമാ ഇമാമുക എന്ന ചോദ്യത്തിന്റെ മറുപടി, എന്റെ ഇമാമ് ഖുർആനാണെന്ന് പറയുന്ന ഞാനും നിങ്ങളും, പറയേണ്ടുന്ന ഞാനും നിങ്ങളും ഇരിക്കുന്നത് അതാ കസേരപ്പുറത്ത് കയറി ഇരിക്കുന്നു. നമ്മുടെ കാല് താഴെ ഇരുന്ന് ഖുർആൻ ഓതുന്ന ഒരു മനുഷ്യന്റെ ഖുർആനിന്റെ നേരെയാണ്. പ്രിയപ്പെട്ടവരെ, വലിയ അദബുകേടാണ്, വലിയ അപമര്യാദയാണ്. ഖുർആനിന്റെ മുന്നിൽ നടക്കാൻ പാടില്ല. ഖുർആൻ നെഞ്ചോട് ചേർത്ത് വെക്കണം. ഖുർആൻ ഇങ്ങനെ ബാഗ് പോലെ തൂക്കി നടക്കാൻ പാടില്ല. വുളു ഇല്ലാതെ ഖുർആൻ സ്പർശിക്കാൻ പാടില്ല. ലാ യമസ്സുഹു ഇല്ലൽ മുതഹ്ഹറൂൻ. ഖുർആൻ പാരായണം ചെയ്യണം. ഖുർആനിൽ ചെറിയ ചെറിയ സൂറത്തുകൾ നമുക്ക് പഠിക്കണം. നമ്മുടെ മക്കൾ ഹാഫിളീങ്ങളായി അഭിമാനിച്ചാൽ പോരാ, അവർ ഖുർആനിനെ സൂക്ഷിച്ച് അവരുടെ ഖൽബിൽ നിന്ന് ആരും മറപ്പിച്ച് കളയാതെ അത് കൊണ്ടു നടക്കാനുള്ള പ്രോത്സാഹനം നമ്മൾ നൽകണം.
كلام قديم لا يمل سماعه تنزه عن قول وفعل ونية ഖുർആനിന്റെ പോരിശ പറഞ്ഞാൽ തീരില്ല. ബിഹി യസ്തഫീ മിൻ കുല്ലി ദാഇൻ വനൂറുഹു ദലീലുൽ ലിഖൽബി ഇൻദ ജഹ്ലി വഹൈറതി. വിഷമങ്ങൾ വരുന്ന സമയത്ത് ഖുർആൻ അവന് ശിഫ നൽകുന്നു, വെപ്രാളങ്ങളിൽ നിന്ന് അവനെ രക്ഷപ്പെടുത്തുന്നു. സൂറത്തുൽ ഫാത്തിഹത്തി ശിഫാഉം മിൻ കുല്ലി ദാ. ഏത് രോഗത്തിനും സൂറത്തുൽ ഫാത്തിഹ ശിഫയാകുന്നു. സൂറത്തു യാസീൻ ലിമാ ഖുരിഅ ലഹു, എന്തിനു വേണ്ടി യാസീൻ ഓതിയോ ആ യാസീൻ അതിന് മരുന്നാണെന്ന് ഉറക്ക സ്വലാത്ത് പറയൂ. മുഹമ്മദുർ റസൂലുള്ളാഹി. ഒരു സൂറത്തുൽ ഇഖ്ലാസ് 3 പ്രാവശ്യം ഓതിയാൽ ഖുർആൻ മുഴുവനും ഖത്മ് ചെയ്തതിന് തുല്യമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഖുർആനിനെ ബഹുമാനിക്കണം. ഫയാ റബ്ബി മത്തിഇനി ബിസിറി ഹുറൂഫിഹി വനവ്വിർ ബിഹി ഖൽബി വസംഇ വമുഖ്ലതി. നിങ്ങൾ കണ്ടിട്ടില്ലേ, വന്യവയോധികരായ വയസ്സായ ചില ജനങ്ങൾ പള്ളിയിൽ തന്നെ ഇരിക്കുന്നു, എപ്പോഴും അവർ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്നു. അറബികൾ എപ്പോഴും ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്നു. 100 ഖത്മ് എനിക്ക് വേണ്ടി ഞാൻ ഓതിത്തീർത്തു എന്ന് പറയുന്ന അറബികളുണ്ട്. എപ്പോഴും ഒരു അടയാളം വെക്കും, ആ അടയാളത്തിൽ ഓതി നിർത്തിയ സ്ഥലം എഴുതി പോക്കറ്റിൽ വെക്കും, മറക്കാതിരിക്കാൻ. അങ്ങനെ ഖുർആനുമായി കെട്ടിമറിയുന്ന ആളുകളുണ്ട്. സുബ്ഹാനല്ലാഹ്, ഖുർആൻ അവർക്ക് ശുപാർശ ശഫാഅത്ത് ചെയ്യുമെന്ന് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. ആത്മാവായ റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം നടന്നു പോകുന്നു. ഖബറിൽ ഒരു മനുഷ്യനെ അദാബാക്കിക്കൊണ്ടിരിക്കുന്നു. ഈസാ നബി അലൈഹിസ്സലാം ദുഃഖിച്ചു പോയി. തിരിച്ചു വരുമ്പോൾ ആ ഖബറിലെ മനുഷ്യന് ശിക്ഷയില്ല, അയാൾ സന്തോഷവാനാണ്. ഈസാ അലൈഹിസ്സലാം ചോദിക്കുന്നു, പടച്ചവനെ, ഞാൻ അങ്ങോട്ട് പോകുമ്പോ ഇയാളല്ലേ വാവിട്ട് കരഞ്ഞുകൊണ്ട് നിന്റെ ശിക്ഷ കൊണ്ട് പൊളഞ്ഞിരുന്നത് അയാളല്ലേ, എന്തു പറ്റിയെന്ന് ചോദിച്ചപ്പോൾ റഹ്മാനും റഹീമുമായ അല്ലാഹു പറയുന്നു, ഈസാ നബിയേ, ഇവന്റെ യതീമായ മകൻ ഇന്ന് മദ്രസയിൽ പോയി. ആ മദ്രസയിൽ വെച്ച് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, റഹ്മാനും റഹീമുമായ ദയാലുവായ കാരുണ്യക്കടലായ അല്ലാഹുവിന്റെ നാമത്തിൽ ഞാൻ തുടങ്ങുന്നു എന്ന് ബിസ്മി അവൻ പഠിച്ചു. റഹ്മാനും റഹീമുമായ എന്റെ പേരുച്ചരിച്ചുകൊണ്ട് അവൻ പഠിച്ചുവല്ലോ. അങ്ങനത്തെ യതീമായ കുട്ടിയുടെ പിതാവിനെ ശിക്ഷിക്കാൻ എനിക്ക് ലജ്ജയാണ് ഈസാ നബിയേ. അതുകൊണ്ട് ആ കുഞ്ഞിന്റെ പിതാവ് എന്ന നിലക്ക് അവനെ ഞാൻ രക്ഷപ്പെടുത്തിയതാണ് ഈസാ നബിയേ. ഖുർആനുമായി ബന്ധപ്പെട്ടാൽ ലഭിക്കുന്ന പുണ്യങ്ങളതാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണേ, ലോകത്ത് ഉമ്മത്തിനെ രക്ഷപ്പെടുത്താനുള്ള ഒന്ന് ഖുർആനാണ്, മറ്റൊന്ന് അഹ്ലുബൈത്താണ്. ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, അവിടെ എഴുതി വെച്ച ബൈത്തിൽ കാണാം, വഗ്ഫിർ ബിഹഖിഹിമാ യാ റബ്ബനാ ദംബനാ ബാരിക് ലനാ ബിഹിമാ ഫിൽ ഖദ്രി വൽ മജ്ദി. എല്ലാ സ്ഥലത്തും അഹ്ലു ബൈത്തിനെ കൊണ്ട് തവസ്സുൽ ചെയ്യാത്തവരില്ല. നിസ്കാരത്തിലും അഹ്ലു ബൈത്തിനെ കൊണ്ട് തവസ്സുലുണ്ട്. അല്ലാഹുവിന്റെ തിരുദൂതരുടെ കുടുംബത്തിനെ പറ്റി അവർക്ക് വേണ്ടി സ്വലാത്ത് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ നിസ്കാരം ശരിയാകുന്നതല്ല.
يا أهل بيت رسول الله حبكم فرض من الله والقرآن أنزله يكفيكم في وجوه الأرض أنكم من لم يصلي عليهم لا صلاة لهم. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബങ്ങളെ, നിങ്ങളുടെ മേലിൽ സ്വലാത്ത് നിർവഹിക്കൽ നിസ്കാരത്തിൽ വരെ അല്ലാഹു ഫർളാക്കിയിരിക്കുകയാണ്. വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് എന്ന് പറയണം. നിങ്ങളിൽ ജനങ്ങളിൽ ഒരാള് ആലിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിയില്ലെങ്കിൽ അവന്റെ നിസ്കാരം ശരിയല്ല, അവന്റെ നിസ്കാരം കബൂലാകുന്നില്ല. അത്രത്തോളം അല്ലാഹു തആല അവന്റെ മഹത്തുക്കളായ മുത്തുനബിയുടെ അമ്പിയാക്കളുടെ മക്കളെ അല്ലാഹു ആദരിച്ചിരിക്കുന്നു. ബഹുമാനപ്പെട്ട ശൈഖുന കുമ്പോൾ തങ്ങൾ പറഞ്ഞല്ലോ, ഇന്നമാ യുരീദുല്ലാഹു ലിയുദ്ഹിബ അൻകുമുർ റിജ്സ അഹ്ലൽ ബൈത്തി വയുതഹിറകും തത്ഹീറാ. ഓ നബി തങ്ങളുടെ കുടുംബമേ, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. കാസർഗോട്ടെ സലാത്ത് വരെ വന്നില്ല, മംഗലാപുരത്ത് സലാത്ത് ഒട്ടും വന്നില്ല. അബ്ബാസ് ചാക്ക പറയുന്നുണ്ട്, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. അബ്ദുറഹ്മാൻ ഉണ്ടല്ലേ? അൽഹംദുലില്ലാ. അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. അവരൊക്കെ ഈ സാദാത്യങ്ങളെ വിളിയാളം കേൾക്കുന്ന ആളുകളാണ്. അല്ലാഹു അവർക്കെല്ലാം ഞങ്ങൾക്കെല്ലാം ഈ സദസ്സിൽ പങ്കെടുത്ത എല്ലാവർക്കും നീ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. നോക്കൂ, നിങ്ങൾ എന്താ പറഞ്ഞത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബമേ, ഇന്നമാ യുരീദുല്ലാഹു ലിയുദ്ഹിബ അൻകുമുർ റിജ്സ, നിങ്ങളിൽ നിന്ന് എല്ലാ മാലിന്യങ്ങളും എല്ലാ അഴുക്കുകളും നീക്കിക്കളയാനാണ് അല്ലാഹു ഉദ്ദേശിച്ചിട്ടുള്ളത്. റിജ്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരർത്ഥം ശിർക്ക് എന്നാണ്. അഹ്ലു ബൈത്തിൽപ്പെട്ട ഒരാളും ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ഇങ്ങോട്ട് ഇതുവരെ അവർ ശിർക്കിന്റെ മക്കളായിട്ടില്ല, മുശ്രിക്കീങ്ങളുടെ പരമ്പരയിലൂടെ കടന്നു വന്നിട്ടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മുടെയൊക്കെ ഉപ്പാപ്പന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാൽ ഒരു 4-5 കഴിയുമ്പോൾ പിന്നെ പേര് മാറും. അവിടുന്ന് മുസ്ലിമായവരാണ്, സ്വഹാബത്തിനെ കൊണ്ടും തങ്ങന്മാരെ കൊണ്ടും മുസ്ലിമായവരാണ്. ആ ഉപ്പുപ്പാനെ പറഞ്ഞാൽ ഇവിടത്തെ ഒരു നാട്ടുകാരനായിരിക്കും. ഇവരങ്ങനെയല്ല. ഇന്നമാ യുരീദുല്ലാഹു ലിയുദ്ഹിബ അൻകുമുർ റിജ്സ അഹ്ലൽ ബൈത്തി, ഓ മുത്തുനബിയുടെ കുടുംബമേ, നിങ്ങളിൽ ശിർക്കില്ലാതെ അല്ലാഹു നിങ്ങളെ ശുദ്ധീകരിച്ചിരിക്കുന്നു. വയുതഹിറകും തത്ഹീറ, വലിയ ഒരു പരിശുദ്ധിയാക്കി നിങ്ങളെ അല്ലാഹു ശുദ്ധിയാക്കിയിരിക്കുന്നു. അത് ചെറിയ കാര്യമല്ലല്ലോ. ഒരു അഴുക്ക് അവരുടെ കുടുംബത്തിൽ വന്നിട്ടില്ലെന്ന് പറയുമ്പോൾ എന്താണ് ആ പരമ്പരയുടെ ശുദ്ധി? സുബ്ഹാനല്ലാഹ്, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബമാണ്. അവിടുന്ന് മറ്റൊരിക്കൽ പറഞ്ഞു, മാ മസ്സനി മിൻ സിഫാഹിൽ ജാഹിലിയത്തി ശൈഉൻ വമാ വലദനി ഇല്ലാ നികാഹുൽ ഇസ്ലാം മില്ലദുൻ ആദമ ഇലാ അൻ വലദനി അബീ വ ഉമ്മീ. എന്റെ ജനനത്തെ ജാഹിലിയ വൈവാഹിക രീതിയിൽ നിന്ന്, നിക്കാഹിൽ നിന്ന്, ജാഹിലിയ നിക്കാഹിൽ നിന്ന് ഒന്നും എന്റെ കുടുംബത്തെ സ്പർശിച്ചിട്ടില്ല. അല്ലാഹു എനിക്ക് ജന്മം നൽകിയത് എന്റെ മാതാപിതാക്കൾ വരെ, ആദം അലൈഹിസ്സലാം മുതൽ എന്റെ മാതാപിതാക്കൾ വരെ എന്റെ ജനനത്തിൽ ഒരു കാഫിറിന്റെ സ്പർശമുണ്ടായിട്ടില്ല. എല്ലാം വതഖല്ലുബക
ഫിസ്സാജിദീൻ. അല്ലാഹുവിന് സുജൂദ് ചെയ്തിട്ടുള്ള അംബിയാക്കൾ മുർസലുകൾ, അംബിയാക്കൾ ഔലിയാക്കൾ മുർസലുകൾ, മിൻ സാജിദിൻ ഇലാ സാജിദിൻ വമിൻ വലിയിൻ ഇലാ വലിയിൻ വമിൻ സാലിഹിൻ ഇലാ സാലിഹിൻ മിനൽ അസ്ലാബിൽ കരീമത്തിൽ ഫാഖിറ ഇലൽ അർഹാമിസ് സകിയ്യത്തി ത്വാഹിറ ഹത്താ അഖ്റജനി അല്ലാഹു മിൻ ബൈനി അബവയ്യ വലം യൽതഖിയാ അലാ സിഫാഹിൻ ഖത്ത്. പരിശുദ്ധാത്മാക്കളായ പിതാമഹന്മാരിലൂടെ, പരിശുദ്ധവതികളായ ഉമ്മമാരിലൂടെ വന്ന് 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 വലിയ വലിയ പുണ്യാത്മാക്കളിലൂടെ വന്ന് അവരുടെ ബീവിമാരിലൂടെ വന്ന് അങ്ങനെ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു, ആമിന ബീവി റളിയല്ലാഹു അൻഹ, ആ മഹദി മഹാത്മാക്കളിലൂടെ വലം യൽതഖിയാ അലാ സിഫാഹിൻ ഖത്ത്. വ്യഭിചാരമോ ജാഹിലിയ വൈവാഹിക രീതിയോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബത്തെ സ്പർശിച്ചിട്ടില്ല. അങ്ങനത്തെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അവിടുത്തെ മഹത്തുക്കളായ മക്കൾ, പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് അവരുടെ ഖബറുകൾ, അവരുടെ ഉറൂസുകൾ മുഅ്മിനീങ്ങൾ ഈമാനോടുകൂടെ കൊണ്ടു നടക്കണമെന്ന് എൻ്റെ നഫ്സിനോടും നിങ്ങളോടും ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾ നോക്കൂ, ലോകത്ത് ഏറ്റവും ശറഫാക്കപ്പെട്ട സ്ഥലമേതാണ്? കഅബയാണെന്ന് പറയാം. ഏറ്റവും ശറഫാക്കപ്പെട്ട സ്ഥലം എവിടെയാണ്? അർശാണെന്ന് പറയാം. എന്നാൽ നിങ്ങൾ നോക്കൂ, നമ്മുടെ ബുറുദ പറയുന്നത് എന്താണ്? ലാ ത്വീബ യഅദിലു തുർബൻ ളമ്മ അഅ്ളുമഹു طوبى لمنتشق منه وملتثمي. ലോകത്ത് ദുനിയാവും ആഖിറവും, ലോകത്ത് സ്വർഗവും മഹ്ശറയും, ലോകത്ത് കഅബയും ബൈത്തുൽ മുഖദ്ദസും, ലോകത്ത് മക്കയും മദീനയും എല്ലാം ഉണ്ടല്ലോ. അതിനേക്കാൾ എല്ലാം മഹത്വമുള്ളത് ഉറക്ക ഒരു സ്വലാത്ത് പറയണേ, മുഹമ്മദുർ റസൂലുള്ളാഹി, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറു ശരീഫിനാണ്, അവിടുത്തെ ഖബറു ശരീഫിനാണ്, അവിടുത്തെ ഖബറു ശരീഫിനാണ്. ലാ ത്വീബ യഅദിലു തുർബൻ ളമ്മ അഅ്ളുമഹു തൂബാ ലിമുൻതശിഖിൻ മിൻഹു വമുൽതസിമി. ആ ഖബറൊന്ന് മുത്തിമണത്താനും ആ ഖബറൊന്ന് സിയാറത്ത് ചെയ്യാനും ഭാഗ്യം ലഭിച്ചവർ എത്ര മഹത്തുക്കളാണെന്ന് പറഞ്ഞുകൊണ്ട് ഇമാം ബൂസുരി റളിയല്ലാഹു അൻഹു പറയുന്നു, മാഅദൽ ബുഖഅത്തല്ലതി ളമ്മത് അഅ്ലാഉഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫഹിയ അഫ്ളു ഹത്താ മിനൽ കഅബതി. وقال القاضي عياض رحمه الله فهي أفضل حتى من العرش. ലോകത്ത് മക്കയായാലും മദീനയായാലും അതിൻ്റെയൊക്കെ പോരിശ പറഞ്ഞാലും കഅബത്തിന്റെ പോരിശ പറഞ്ഞാലും അതെല്ലാം ഹബീബായ ഉറക്ക ഒരു സ്വലാത്ത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ ഒഴിച്ച് ഫഹിയ അഫ്ളു ഹത്താ മിനൽ കഅബത്തി ഇജ്മാഅ. ഇമാം ഇബ്നു ഹജർ ലൈതമി റളിയല്ലാഹു അൻഹു പറയുന്നു, ഹാശിയത്തുൽ ഹജ്ജിന്റെ കിതാബായ ആ നബി ഇമാമിന്റെ ഈലാഹിന്റെ ശറഹിൽ ഹാശിയത്തുൽ ഈലാഹിൽ പറയുന്നു, മാഅദ البكعة التي ضمت أعضاءه صلى الله عليه وسلم فهي أفضل حتى من الكعبة إجماعا. മുത്തുനബിയുടെ ഖബർ ഷരീഫ് കഅബത്തിനേക്കാൾ പോരിശയുള്ളതാകുന്നു. ആ കാലത്തുമുണ്ട്. അക്കാലത്തുണ്ട് താജുൽ ഉലമ, അക്കാലത്തുണ്ട് സുൽത്താനുൽ ഉലമ. അതുപോലത്തെ മഹാനാണ് ഖാദി ഇയാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫഹിയ അഫ്ളലു ഹത്താ മിനൽ അർശി.
മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ അർശിനേക്കാൾ ശ്രേഷ്ഠതയുള്ളതാകുന്നു. അൽഹംദുലില്ലാഹ്. നോക്കണം നമ്മുടെ ഈമാൻ അതാണ്. ഒരുപാട് ആളുകൾ ഹജ്ജിനെ അപേക്ഷിച്ച് സിയാറത്തിനെ അപേക്ഷിച്ച് മദീനത്ത് പോകാൻ അപേക്ഷിച്ച് കിട്ടാത്തവരുടെ സങ്കടങ്ങളാണ്. കേരള ഗവൺമെന്റ് ഉൾപ്പെട്ട എല്ലാ ആളുകളും പ്രൈവറ്റായി പോകാൻ വിചാരിച്ച ആളുകൾക്ക് 120% അനുവാദം ലഭിച്ചിട്ടുള്ളൂ. അല്ലാഹുവൊക്കെ നല്ല മനസ്സ് കൊടുത്ത് ഈ പാവപ്പെട്ട ഹാജിമാരെ പരിശുദ്ധമായ മക്ക മദീനകളിൽ എത്തിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നൽകുമാറാകട്ടെ. എത്തിച്ച തൗഫീഖ് നൽകണേ അല്ലാഹ്. ഹജ്ജ് ഉംറകൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞാൻ എൻ്റെ സംസാരം അവസാനിക്കുകയാണ്. അങ്ങനെയുള്ള ഖബറുകളാണ് ലോകത്തെ ഏറ്റവും പുണ്യമുള്ള സ്ഥലമെങ്കിൽ മുഅ്മിനായ മനുഷ്യന്റെ ഖബർ സ്വർഗ്ഗം ഉണ്ടെങ്കിൽ ഇതിനേക്കാൾ ശറഫുകൾ വർദ്ധിച്ച ഖബർ നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ നാളെ ചെല്ലുമ്പോഴും ഇലാ ഫീ അസാകിരിൽ മൗതാ